صلي وسلم وبارك على سيدنا محمد وعلى والإعلان في المؤمن استوى فقد عز في الدارين واستوجب الثناء فإن خالف الإعلان سرا فما له على سعيه فضل سوى القد والعناء ബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓ സ്വഹാബികളെ, ദുനിയാവ് 4 കൂട്ടർക്കുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഉഹദ്ദിസുക്കും ഫഹ്ഫദൂ, ആ 4 കൂട്ടരെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങളത് മനഃപ്പാഠമാക്കി വെക്കണേ. 4 കൂട്ടരെ കുറിച്ച് ഹബീബായ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ഏതാണ് ആ 4 കൂട്ടർ? നമ്മൾ ആ വിഭാഗത്തിൽ പെടുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഒന്നാമത്തതായി പറഞ്ഞു, അബ്ദുൻ റസഖുല്ലാഹു അലാ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി സമ്പത്ത് നൽകി. അദ്ദേഹത്തിലേക്ക് ആവശ്യത്തിനേക്കാളും കൂടുതലായി അല്ലാഹു സമ്പത്ത് നൽകി. പിന്നെയോ സമ്പത്ത് മാത്രമല്ല, വഇൽമാ, അതുപോലെ തന്നെ ധാരാളമായി അറിവും നൽകി. സമ്പത്തും അറിവും രണ്ടും അല്ലാഹു ഒരു വ്യക്തിക്ക് നൽകി. എത്ര വലിയ ഭാഗ്യവാന്മാരാണ്, എത്ര വലിയ ഭാഗ്യവാനാണ് അല്ലേ? ധാരാളം സമ്പത്ത് നൽകി, അതോടൊപ്പം ധാരാളമായി അറിവും അല്ലാഹു നൽകി. മാത്രമല്ല, ഫഹുവ യത്തഖീ ഫീഹി റബ്ബഹു, ആ നൽകിയതായ സമ്പത്തിലും അറിവിലും അല്ലാഹുവിനെ അവൻ വല്ലാതെ സൂക്ഷ്മത പുലർത്തുന്നു, അല്ലാഹുവിനെ വല്ലാതെ സൂക്ഷിക്കുന്നു, ഭയപ്പെടുന്നു. വയസിലു റഹിമഹു, അവൻ കുടുംബബന്ധം പുലർത്തുന്നു. വയഅമലുല്ലാഹു ഫീഹി ബിഹഖിഹി, അല്ലാഹുവിനോടുള്ളതായ എല്ലാവിധ ഹക്കുകളും എല്ലാ ബാധ്യതകളും അവൻ ചെയ്തു തീർക്കുന്നു. അല്ലേ? അല്ലാഹു ധാരാളം സമ്പത്ത് നൽകി, ധാരാളം അറിവ് നൽകി. ആ അറിവിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു കൊടുത്തതായ സൽക്കർമ്മ സമ്പത്തുകള്, ആ സമ്പത്തിനെ പാവപ്പെട്ടതായ തന്റെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു. അയൽവാസികൾ വിഷമിക്കുന്ന സമയത്ത് ആ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നു, മദ്രസക്ക് വേണ്ടി സഹായിക്കുന്നു, പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നു. ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെടുന്നു. അവനെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഹാദാ ബിഅഫ്ദലിൽ മനാസിൽ, അവനാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ളവൻ, ഏറ്റവും വളരെയധികം ശ്രേഷ്ഠമായ സ്ഥാനം അല്ലാഹു കൊടുത്ത ഒരു വിഭാഗമാണ് അത്തരത്തിലുള്ള ഒരു വിഭാഗം. ഒന്നാമത്തെ വിഭാഗം അവരാണ്. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമാ വലം യർസുഖഹു അലാ, അല്ലാഹു ധാരാളമായി അറിവ് കൊടുത്തു, ഒരു സമ്പത്ത് പോലും അവനിക്ക് വേണ്ടതായ സമ്പത്തുകൾ അല്ലാഹു അവനിക്ക് നൽകിയിട്ടില്ല. ഫഖീറാണ്, ദരിദ്രനാണ്. ധാരാളം അറിവ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അറിവിനനുസരിച്ച് അവനിക്ക് സമ്പത്ത് അല്ലാഹു കൊടുത്തിട്ടില്ല. അവനാണെങ്കിൽ വളരെ സത്യസന്ധമായി നല്ല നിയ്യത്തുള്ളവനാണ്. എന്താണ് അവന്റെ നിയ്യത്ത്? ലൗ അന്നലി മാലൻ ലഅലിംതു ബിഅമലി ഫുലാൻ, ഒരാൾക്ക് അല്ലാഹു നല്ലോണം അറിവ് കൊടുത്തു, സമ്പത്ത് കൊടുത്തിട്ടില്ല.
അവൻ പറയുന്നു, അല്ലാഹു എങ്ങാനും എനിക്ക് അറിവ് നൽകിയിരുന്നുവെങ്കിൽ, എനിക്ക് സമ്പത്ത് നൽകിയിരുന്നുവെങ്കിൽ, ഞാൻ ഇന്നാലിന്ന വ്യക്തി ചെയ്യുന്നത് പോലെ, പണക്കാരനായ വ്യക്തി അവൻ പള്ളിക്ക് കൊടുക്കുന്നത് പോലെ, മദ്രസക്ക് കൊടുക്കുന്നത് പോലെ, പാവങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ, മറ്റു കുടുംബക്കാർക്ക് കൊടുക്കുന്നത് പോലെ ഞാനും കൊടുക്കുമായിരുന്നു എന്നവൻ സത്യസന്ധമായി ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രതിഫലം തുല്യമാണ്. അവർ രണ്ടുപേരുടെ പ്രതിഫലവും തുല്യമാണ്. അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവനും സമ്പത്ത് കൊടുക്കാതെ കണ്ട് ആ സമ്പത്ത് ചെലവഴിക്കുന്ന പണക്കാരൻ ചെലവഴിക്കുന്ന സമയത്ത്, നല്ല മാർഗത്തിലൂടെ ചെലവഴിക്കുന്ന സമയത്ത്, അള്ളാഹുവേ എനിക്കെങ്ങാനും ഈ മുതല് നീ തന്നിരുന്നുവെങ്കിൽ ഞാൻ അതിനെ നിന്റെ മാർഗത്തിലൂടെ ചെലവഴിക്കുമായിരുന്നു അല്ലാ എന്ന് ഒരു മുഅ്മിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അവന്റെ സത്യസന്ധമായ നിയ്യത്ത് വെച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവനിക്ക് ആ പ്രതിഫലം, പണക്കാരന്റെ അതേ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. എന്താ? അവന്റെ നിയ്യത്താണ്. ഞാൻ കൊടുക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സ്വഭാവം മാറും. ചിലർക്ക് അങ്ങനെയാണ്. പൈസ ഇല്ലാത്ത സമയത്ത് പല ചിന്തകളും, പള്ളിക്ക് കൊടുക്കണം, മദ്രസക്ക് കൊടുക്കണം, പാവങ്ങൾക്ക് സഹായിക്കണം. പൈസ കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഇതിപ്പോ വേണ്ട, കുറച്ച് കഴിയട്ടെ, ഏതായാലും നോക്കാം, കുറച്ചും കൂടി പൈസ വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം എന്നിങ്ങനെ ചിന്തിച്ച് അവസാനം പൈസ കൂമ്പ് കൂടിയാലും എല്ലാ നിലക്കും മല പോലെ പൈസ കിട്ടിയാലും പിന്നീട് ഒരിക്കലും ഒരു പൈസ പോലും പള്ളിക്കോ മദ്രസക്കോ പാവങ്ങൾക്കോ ഒരു നിലക്കും ആർക്കും കൊടുക്കാത്തതായ ആൾക്കാരുണ്ട്, അല്ലെ? അല്ലാഹു അത്തരത്തിലുള്ളവരിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പിന്നെയോ മൂന്നാമത്തെ ആളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പിന്നെയോ മൂന്നാമത്തെ ആളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഅബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വലം യർസുഖഹു ഇൽമാ. ഒരാൾക്ക് അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തു, പക്ഷേ അറിവ് പഠിക്കാനുള്ള അവസരമോ ഒരു നിലക്കുള്ള അറിവോ ഇൽമോ അല്ലാഹു നൽകിയിട്ടില്ല. ധാരാളമായി സമ്പത്ത് അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ അടുക്കൽ അറിവില്ല. ഇൽമില്ലാതെ കണ്ട്, അറിവില്ലാതെ കണ്ട് അവന്റെ സമ്പത്തിന് അവൻ തോന്നിയതുപോലെ തന്നിഷ്ടപ്രകാരം എവിടെയൊക്കെയോ ചെലവഴിക്കുന്നു. അല്ലെ? അറിവില്ല, സക്കാത്ത് കൊടുക്കേണ്ടടുത്ത് സക്കാത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കൂടുതൽ കാശ് കിട്ടുമെന്ന് കരുതിക്കൊണ്ട് പലിശയുടെ ഇടപാടിൽ അവൻ ചേരുന്നു. അതുപോലെ തന്നെ കള്ളുകുടി, അതുപോലെ തന്നെ ഹറാമായ, അല്ലാഹു ഹറാമാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കാതെ കണ്ട് അതിലൊക്കെ പോയി ചാടുന്നു. അവന്റെ സമ്പത്ത് കൊണ്ട് ഹറാമാണെന്നുള്ളത് അവനിക്ക് தெரிയുന്നില്ല. അവന്റെ റബ്ബിനെ അവൻ സൂക്ഷിക്കുന്നില്ല. കുടുംബബന്ധമാണെങ്കിൽ അവൻ പുലർത്തുന്നുമില്ല. ഒരു നല്ല സൽക്കർമ്മവും അല്ലാഹുമായി ബന്ധപ്പെട്ടതോ മനുഷ്യരുമായി ബന്ധപ്പെട്ടതോ ആയ ഒരു കാര്യങ്ങളും അവൻ ചെയ്യുന്നില്ല. അങ്ങനത്തെ ആളെ കുറിച്ച് ഹബീബായ തങ്ങൾ എന്താണ് പറഞ്ഞത്? അവനാണ് ഏറ്റവും മോശക്കാരൻ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവനാണ് ഏറ്റവും മോശക്കാരൻ. അത്തരത്തിലുള്ളവരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നാലാമത്തെ വിഭാഗം, നാലാമത്തെ വല്ലാത്തൊരു വിഭാഗമാണ് ഒരാൾക്ക് അല്ലാഹു മുതലും കൊടുത്തിട്ടില്ല, സമ്പത്തും കൊടുത്തിട്ടില്ല, ഇൽമും കൊടുത്തിട്ടില്ല, അറിവും കൊടുത്തിട്ടില്ല. സമ്പത്തും കൊടുത്തിട്ടില്ല, അറിവും കൊടുത്തിട്ടില്ല, രണ്ടും അദ്ദേഹത്തിനില്ല. അവനാണെങ്കിൽ പറയുന്നു, ലൗ അന്നലി മാലൻ ലഅലിംതു ഫീഹി ലഅമിൽതു ഫീഹി ബിഅമലി ഫുലാൻ. എനിക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്ത് ഈ നാട്ടിലുള്ള എല്ലാവരെയും ഞാൻ നന്നാക്കുമായിരുന്നു. എനിക്ക് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ പാവപ്പെട്ട് കിടക്കുന്നതായ ആ പാവങ്ങൾക്ക് ഞാൻ
ഞാൻ വീടുണ്ടാക്കി കൊടുക്കും, യതീം മക്കളെ ഞാൻ പോറ്റും, പള്ളിക്ക് വേണ്ടി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും, മദ്രസക്ക് വേണ്ടി ചെയ്തു കൊടുക്കും, എന്തൊക്കെ ദീനീ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് ഒരാൾ മനസ്സുകൊണ്ട് കരുതി, അവന്റെ നിയ്യത്തനുസരിച്ചാണ് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം. അവന്റെ നിയ്യത്തനുസരിച്ചാണ് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം. അപ്പൊ ഒരാൾക്ക് സമ്പത്തുമില്ല, അറിവുമില്ല, പക്ഷെ അവന്റെ നിയ്യത്ത് നല്ല നിയ്യത്താണ്. സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എല്ലാ നല്ല കാര്യം ചെയ്യുമായിരുന്നു, അറിവുണ്ട് എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ അറിവ് കൊണ്ട് അത് പല ആളുകളെയും ഞാൻ നന്നാക്കുമായിരുന്നു എന്നുള്ളതായ നല്ല ചിന്ത ഒരാൾ വെച്ചു പുലർത്തിയാൽ അവന്റെ നിയ്യത്തനുസരിച്ച് അവന്റെ പ്രതിഫലവും അതുപോലെ തന്നെ കുറ്റവും സമമാണ്. നല്ല ഉദ്ദേശം വെച്ചാൽ ഇനിയിപ്പോ ഒരാൾ ഉദ്ദേശം എന്താണ്, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല കള്ള് ബിസിനസ് തുടങ്ങുമായിരുന്നു, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് പലിശക്ക് കൊടുത്ത് ഞാൻ ജീവിക്കുമായിരുന്നു, എനിക്ക് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതുകൊണ്ട് അനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് ഒരാൾ കരുതി കഴിഞ്ഞാൽ അവനിക്കും അതേ കുറ്റം ലഭിക്കുന്നതാണ്. പ്രതിഫലം നിയ്യത്തനുസരിച്ച് ലഭിക്കുന്നത് പോലെ കുറ്റവും ആ നിയ്യത്തനുസരിച്ച് ലഭിക്കുന്നതാണ്. അതാണ് ഇദസ്സിറു വൽ ഇഅ്ലാനു ഫിൽ മുഅ്മിനി സവാ ഫഖദ് അസ്സ ഫിദ് ദാറൈനി വസ്തൗജബ അസ്സനാ. ഒരു വിശ്വാസിയുടെ രഹസ്യവും പരസ്യവും സമമാണെങ്കിൽ ഇരു ലോകത്തും അവന് പ്രതാപിയും അതുപോലെ തന്നെ പ്രശംസക്ക് അർഹനായി തീരുന്നതാണ്. ഒരു വിശ്വാസിയുടെ രഹസ്യമായ കാര്യവും പരസ്യമായ കാര്യവും, രഹസ്യമായി അല്ലാഹുവിനോട് മാറി കാണിക്കുന്നു, പരസ്യമായി ധാരാളം നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, അതുപോലെ തന്നെ മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നു. രഹസ്യമായാണെങ്കിൽ അല്ലാഹുവിനെ ഒരു നിരക്കും അവൻ അനുസരിക്കുന്നില്ല, എല്ലാ തെറ്റുകളും ചെയ്തു കൂട്ടുന്നു, ജനങ്ങൾ കാണാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവും ഇല്ല. ഫഇൻ ഖാലഫ الإعلان سرا فما له على سعيه فضل سوى القد والعناء. രഹസ്യമായ കാര്യം പരസ്യമായ കാര്യം രഹസ്യത്തിന് എതിരാണെങ്കിൽ, അതായത് പരസ്യമായി പല നന്മകളും ചെയ്യുന്നു, രഹസ്യമായി ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഫമാലഹു വലാ സഈഹി ഫളലുൻ സിവൽ ഖദ്ദി വൽ അനാ. അവൻ ചെയ്യുന്നതായ എല്ലാ സൽക്കർമ്മങ്ങളും വെറും അവൻ അധ്വാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അതിന് റബ്ബിന്റെ അടുക്കൽ യാതൊരു വിധത്തിലുള്ള പ്രതിഫലവുമില്ല. അല്ലാഹു നമ്മളെ അത്തരത്തിലുള്ളതായ വിഭാഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ 4 വിഭാഗക്കാർ. അപ്പൊ അല്ലാഹു സമ്പത്ത് നൽകിയാൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കണം. ഇനി നമുക്ക് സമ്പത്തില്ലെങ്കിൽ, സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നാലുന്ന മാർഗത്തിൽ ചെലവഴിക്കുമെന്നുള്ള നിയ്യത്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അല്ലാഹു തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ചന്തമേറും സന്ധ്യ തോൽക്കും അതുലമുഖമേതേ, അതുലമുഖമേതേ. നിഴല് ചായും വഴിയിലകലും യാത്രിക പറയൂ, ചന്തമേറും സന്ധ്യ തോൽക്കും അതുലമുഖമേതേ, അതുലമുഖമേതേ. സപ്തപൂവും വാനമേഴും മദ്ഹ് പാടും നാമമേത്, സൃഷ്ടി തൻ സബബായി സമദിൻ ഹബ്ബിൽ പൂത്തൊരു സൂനമേത്. സപ്തപൂവും വാനമേഴും മദ്ഹ് പാടും നാമമേത്, സൃഷ്ടി തൻ സബബായി സമദിൻ
ഹുബ്ബിൽ പൂത്തൊരു സൂനമേത് സമയ